ഗോപിക ഈ ലെക്ക് ഭാഗ്യമൊക്കെ പരീക്ഷിക്കാറുണ്ടോ? ഒരുപാടില്ല, എന്നാലും എടുത്തിട്ടുണ്ട് ഞാൻ ചെറുങ്ങനെയൊക്കെ. 25 ലക്ഷം രൂപയും മാരുതി കാറും പാവപ്പെട്ട ഗോപിക ഗോപകുമാറിന് നേടിക്കൊടുത്ത പെരിയാർ പമ്പർ നറുക്കെടുക്കിന്റെ ഭാഗ്യരേഖ ടിക്കറ്റുകൾ. കൊടുക്ക് ടിക്കറ്റ്, കൊടുക്ക് 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 കൊടുക്ക്. ഹലോ, നിങ്ങളെ തന്നെയാണ് ഭാഗ്യം മാടി വിളിക്കുന്നത്. ഇങ്ങനെ കേട്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയൊരു കക്ഷി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു നാണു. അദ്ദേഹത്തിന് ടിക്കറ്റ് അടിച്ചു. ടിക്കറ്റ് അടിച്ചതോടുകൂടി അദ്ദേഹത്തിന് പല രീതിക്ക് വ്യാഖ്യാനം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ പല രീതിയിൽ നാട്ടിൽ ഇദ്ദേഹത്തെ പറ്റി വ്യാഖ്യാനം ചെയ്തു. പിന്നീട് നാട് വിട്ട് പിന്നെ പൗരപ്രമുഖന്മാരും രാഷ്ട്രീയക്കാരൊക്കെ ഇദ്ദേഹത്തെ പല രീതിയിൽ അഭിസംബോധന ചെയ്യാണ്. അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ സർവാദരണീയ പിണറായി വിജയൻ സാർ വരെ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി. നമ്മുടെ രാജ്യത്തെ വളരെ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ വ്യക്തിയാണ് നാണു. അങ്ങനെ ഇരിക്കുന്ന നാണു ഒരു ടിക്കറ്റ് എടുത്തു. നാണുവിന് നറുക്ക് വീണു. നാണുവിന്റെ കൂട്ടുകാര്, നാട്ടുകാര്, ബന്ധുക്കളെല്ലാം ചേർന്ന് നാണുവിന്റെ കാൽക്കൽ വീണു. എനിക്കൊന്നേ പറയാനുള്ളൂ, മണിക്കൂറുകള് മിനിറ്റുകളായും ഈ മിനിറ്റുകള് സെക്കൻഡുകളായും ഈ സെക്കൻഡുകളെല്ലാം തന്നെ നിമിഷങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തിയ നിങ്ങൾക്ക് നന്ന്. അദ്ദേഹത്തെ പറ്റി ശ്രീ പിണറായി സഖാവിന് ശേഷം VS സാർ പറഞ്ഞു, രാജ്യത്തെ 70% വരുന്ന പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള നാണു ഒരു ടിക്കറ്റ് എടുത്തതോടുകൂടി അടിക്കുകയാണ്. താങ്ക് യു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നാണുവിനെ പറ്റി പറയാനുണ്ട്. നോ, ഇത് വലിയൊരു വിഷയമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനകത്ത് വന്നു പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കട്ടെ, ഞാൻ അന്വേഷിച്ചിടത്തോളം നാണു ഒരു മഹാ കച്ചറയാണ്. അവന്റെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എന്ന് വെച്ചാൽ ഒന്നിക്കില്ലെങ്കിൽ അയാൾ എടുത്ത ടിക്കറ്റിന്റെ ടാക്സ് ഒഴിവാക്കിയിട്ട് പൈസ മുഴുവൻ കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസ 20 50 അത്രയും അത് തിരിച്ചു കൊടുത്തേക്ക്. അതാണ് ഇക്കാര്യത്തിൽ ലീഗിൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം. താങ്ക് യു. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തു നിന്നും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വലിയ സംഗതിയാണ്, മഹാക്രിമിനലാണ്. അദ്ദേഹത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല.